ശ്രീമതി ഹണി റോസിന്റെ ഈ കാര്യത്തിൽ കാണിച്ച ഈ ജാഗ്രതയുണ്ടല്ലോ, എല്ലാ പെൺകുട്ടികൾക്കും എല്ലാ സ്ത്രീകൾക്കും അവർക്കും അവരുടെ കാര്യത്തിലും ഇതേ ജാഗ്രത തന്നെ പോലീസിനുണ്ടാവണം. അല്ലാതെ ഒരു ഇരട്ടത്താപ്പ് നയമാവരുത്. അല്ലാതെ മുഖ്യമന്ത്രി പറയുന്നവരുടെ പേര് മാത്രം ആകരുത് നടപടി. എല്ലാ കാര്യങ്ങളും പോലീസ് ഇങ്ങനെയുള്ള ഒരു അവഗണന ഈ സ്ത്രീകളുടെ ഈ പരാതിക്ക് കൊടുക്കുന്നത് അത് പാടില്ല. ഇത് അങ്ങനെ ബോച്ചെ എന്ന് വിളിക്കുന്ന ബോബി ചെമ്മണ്ണൂർ എന്ന ബിസിനസ് വിമൻ ജയിലിലേക്ക് നമുക്ക് ആ രംഗങ്ങളൊന്ന് റീവൈൻഡ് ചെയ്ത് നോക്കാം. ബോച്ചയെ സഞ്ചരിക്കുന്ന കാറിന് മുന്നിലേക്ക് പോലീസിന്റെ ജീപ്പ് വട്ടം വെക്കുന്നു. അതിൽ നിന്നും പോലീസ് ബോച്ചയെ കാറിൽ നിന്നും പിടിച്ചിറക്കുന്നു, പോലീസിന്റെ ജീപ്പിലേക്ക് കയറ്റുന്നു, എറണാകുളത്തുള്ള സെൻട്രൽ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നു, അവിടെ നിന്ന് കോടതിയിൽ ഹാജരാക്കുന്നു, ഒടുവിൽ കാക്കനാടുള്ള ജയിലിൽ ബോച്ചയെ അടയ്ക്കുന്നു. എന്തൊരു ശുഷ്കാന്തിയാണ് പോലീസിന്റെ! ഇത്രയും കർമ്മോത്സകരായ ഒരു വിഭാഗത്തെ ഇനി നമ്മൾ കണ്ടെടുക്കാനില്ല. അത്രയ്ക്കും ശുഷ്കാന്തിയോടുകൂടിയാണ് ഒറ്റ ദിവസം കൊണ്ട് ഈ പരിപാടിയെല്ലാം പോലീസ് ഒപ്പിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നും പോലീസിന്റെ സ്ത്രീ സുരക്ഷ എന്നത് ഭയങ്കര ഒരു ചുമതലയായിട്ട് ഏറ്റെടുത്തുകൊണ്ട് ഉടനടി ആക്ഷൻ എടുക്കുന്ന ഒരു സേനയാണ് എന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഞാനൊരു ഉദാഹരണം പറയുകയാണ്. ഈ കഴിഞ്ഞ ദിവസം എന്റെ ശ്രദ്ധയിൽപ്പെട്ടൊരു കാര്യമാണ്. ഹണി റോസ് ഞാൻ ഫേസ്ബുക്കിലാണ് കണ്ടത് ഒരു പോസ്റ്റ്. അതായത്, ഞാൻ മുഖ്യമന്ത്രിയെ വിളിച്ചിരുന്നു, എന്റെ പ്രയാസങ്ങൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു, 3-4 മാസമായി ഞാൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു, എത്ര സമയം കേട്ടിരിക്കണമെന്ന് ആലോചിക്കുക പറഞ്ഞിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, ഉടനെ തന്നെ നടപടി എടുക്കാം എന്ന് പറഞ്ഞു. എനിക്ക് അദ്ദേഹത്തിൽ വിശ്വാസമുണ്ട്. ഈ നാട് സ്ത്രീ സുരക്ഷയും കൂടി ഉൾപ്പെട്ട ഒരു നാടാണെന്ന് എനിക്കറിയാം. അത് കാരണം എനിക്ക് സമാധാനമുണ്ട് എന്ന അർത്ഥം ധ്വനിക്കുന്ന ഒരു പോസ്റ്റാണ് മിസസ് ഹണി റോസ് ഇട്ടത്. എനിക്ക് നിങ്ങളോട് പുച്ഛം തോന്നുന്നു ആ ഒരു കാര്യത്തിൽ. നിങ്ങൾ വളരെ മിടുക്കിയായിട്ടുള്ള ഒരു ബിസിനസ് വുമണാണ്. കാരണം നിങ്ങൾക്കറിയാം എങ്ങനെയാണ് ആ ഒരു ബിസിനസ് ഏത് രീതിയിൽ അത് നടത്തിക്കൊണ്ട് പോകണമെന്നും പണം സമ്പാദിക്കണമെന്നും നിങ്ങൾക്ക് നന്നായി അറിയാം. ആ പണം നിങ്ങളുടെ കുടുംബത്തിനും അല്ലെങ്കിൽ നിങ്ങളുടെ സെറ്റപ്പിൽ നിൽക്കുന്ന ആളുകൾക്കും വേണ്ടി ചെലവഴിക്കുന്നു. അല്ലാതെ ഒരു രൂപ പോലും മറ്റുള്ളവർക്ക് കൊടുത്തായിട്ടോ ഒന്നും നമുക്കറിയില്ല. ഉണ്ടെങ്കിൽ നല്ല കാര്യം. എങ്കിൽ ഞാൻ മിസസ് ഹണി റോസിനോട് പറയുകയാണ്, നിങ്ങൾ ഈ ചെയ്ത പ്രവൃത്തി, ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടതും മുഖ്യമന്ത്രി വിളിച്ചത്, നിങ്ങൾ ഇതുപോലെ പൊതുസമൂഹത്തിൽ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചതും, അത് പട്ടിണി കിടന്ന് അനേക ദിവസം പട്ടിണി കിടന്നിട്ട് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് കൈ നീട്ടി നിൽക്കുന്ന യാചകന്റെ മുന്നിൽ വെച്ച് ബിരിയാണി തിന്നുന്ന പോലത്തെ ഒരു തോന്നൽ അല്ലെങ്കിൽ ഒരു ഫീലിംഗ് ആണ് എനിക്കത് കണ്ടപ്പോൾ തോന്നിയത്. നിങ്ങൾക്ക് കിട്ടിയ അതേ നീതി എല്ലാവർക്കും അവകാശമുള്ളതാണ്, പക്ഷെ അത് കിട്ടുന്നില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, എന്റെ ഒരു ഉദാഹരണത്തിന് എന്റെ ഒരു അനുഭവം ഞാൻ പറയുകയാണ്. വാട്സ്ആപ്പ് ഫാമിലി ഗ്രൂപ്പ് എന്ന് വടക്കാഞ്ചേരിയിൽ ഒരു പ്രകാശൻ അയ്യത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ ക്രിയേറ്റ് ചെയ്ത ഒരു ഗ്രൂപ്പിൽ എന്നെ ആഡ് ചെയ്യുകയും ആ ഗ്രൂപ്പിൽ 10,000-ലധികം പേരുള്ള ആ ഗ്രൂപ്പിൽ വളരെ മോശമായ രീതിയിൽ എന്നെ കുറിച്ച് വർണ്ണിക്കുകയും എന്റെ ജോലിയെ കുറിച്ച് വർണ്ണിക്കുകയും എന്റെ ജനനേന്ദ്രിയത്തെ പോലും വളരെ മോശമായ രീതിയിൽ വർണ്ണിച്ചുകൊണ്ടിട്ട പോസ്റ്റുകളുമായിട്ട് അതിന്റെ സ്ക്രീൻഷോട്ടുകളും മറ്റും എടുത്തുകൊണ്ട് എനിക്ക് ഒരുപാട് മനോവേദനയോടുകൂടി സൈബർ സെല്ലിൽ ഞാൻ ചെല്ലുന്നു. CA എന്നോട് പറയുന്നു, മാഡം, ഈ പരാതിയിൽ വളരെ ഗൗരവപരമായ കുറ്റം തന്നെയാണ് മാഡം തെളിവായിട്ടും വെച്ചിട്ടുള്ളത്, സൂക്ഷിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിന് ഉടനടി ആക്ഷൻ എടുക്കേണ്ടതുണ്ട്. നിങ്ങളുടെ പരാതി ഞാൻ നിങ്ങളുടെ ലോക്കൽ സ്റ്റേഷനിലായ അമ്പലമേടിലേക്ക് അയക്കുന്നു എന്ന് പറയുന്നു. അമ്പലമേട് സ്റ്റേഷനിൽ ഞാൻ വരുന്നു. അമ്പലമേട് സ്റ്റേഷനിലേക്ക് കയറി ചെല്ലുമ്പോൾ CA എന്നെ സ്വീകരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ ഏതാണ്ട് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം എന്തോ നടത്തിയിട്ട് വരുന്ന ഒരു സ്ത്രീയെ നോക്കും പോലെയാണ് അയാൾ എന്നെ വളരെ അവജ്ഞയോടുകൂടി നോക്കിക്കൊണ്ടിരിക്കുന്നു. ആ ഫോർവേഡ് ചെയ്ത പരാതി അയാളൊന്നും അവിടെ ആ മേശപ്പുറത്തൊന്നും ഞാൻ ആ പരാതി കണ്ടില്ല. ഞാൻ എന്റെ കയ്യിൽ ഒരു കോപ്പി സൂക്ഷിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കുന്നത്, സാർ ഇത് ഇന്ന ഇതുപോലെയുള്ള മോശമാണ് എഴുതിയിരിക്കുന്നത്, എനിക്ക് ഭയങ്കര വിഷമമാവുന്നു സാർ, മാനസികമായിട്ട് എനിക്ക് വളരെ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. അയാൾ അതെങ്ങനെ എടുത്ത് നോക്കിയിട്ട് പറയും, ഇതിലെന്താണ് ഇത്ര മോശം, ഇത് അയാളുടെ അഭിപ്രായമല്ലേ എഴുതി. ഈ തരത്തിലുള്ള ഏറ്റവും നിലവാരം കുറഞ്ഞ ഒരു മറുപടിയാണ് അദ്ദേഹം എനിക്ക് തന്നത്. കാരണം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ജാഗരൂകനായിട്ട് സ്ത്രീ വിഷയം അല്ലെങ്കിൽ ഒരു അവലംബവും ഇല്ല ആലംബവും ഇല്ലാഞ്ഞിട്ടായിരിക്കുമല്ലോ പോലീസ് സ്റ്റേഷൻ. അതായത് സാധാരണക്കാരന്റെ കോടതിയാണ് പോലീസ് സ്റ്റേഷൻ. അതുകൊണ്ടാണല്ലോ നമ്മൾ അവിടേക്ക് കയറി ചെല്ലുന്നത്. ആ കയറി ചെല്ലുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള പെരുമാറ്റം വരുമ്പോൾ ഈ മേലാൽ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നു പോകരുത് എന്നുള്ളൊരു മെസ്സേജാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നത്. അവിടെ നിന്നും വളരെ നിരാശയായിട്ട് ഞാൻ ഇറങ്ങിയ ഉടനെ തന്നെ ചെയ്തത് SP ഓഫീസിലേക്കും അതുപോലെ തന്നെ വനിതാ സെല്ലിലേക്കും ഞാൻ പരാതി മെയിലിൽ ഫോർവേഡ് ചെയ്തു. അവിടെ നിന്ന് എനിക്ക് റിപ്ലൈ വന്നു, നിങ്ങളുടെ പരാതി വീണ്ടും എങ്ങോട്ട് ലോക്കൽ സ്റ്റേഷനിലേക്ക് അയക്കുന്നുണ്ടോ, പരാതി അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ലോക്കൽ സ്റ്റേഷനിലേക്ക് ഈ പരാതി വീണ്ടും ഫോർവേഡ് ചെയ്താലത്തെ അവസ്ഥ എന്തായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എനിക്ക് അതിൽ നിരാശ തോന്നിയിട്ട് ഞാൻ വീണ്ടും കമ്മീഷണർ ഓഫീസിൽ ചെല്ലുകയും അവിടെ ACPയെ കാണുകയും ഈ പരാതി അദ്ദേഹത്തിന് കൊടുക്കുകയും ഈ അമ്പലമേട് പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇതേ അനുഭവമാണ് എനിക്ക് ലഭിച്ചത്, എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല സർ എന്ന് പറയുകയും ചെയ്യുമ്പോൾ വളരെ ഗൗരവമായ കുറ്റം തന്നെയാണ് ഇതിലുള്ളത്. തീർച്ചയായിട്ടും അയാൾക്കെതിരെ നടപടിയെടുക്കും, ഉടനെ തന്നെ നടപടിയെടുക്കും. അതുകൊണ്ട് SP ഓഫീസിലേക്ക് ഈ പരാതി ഫോർവേഡ് ചെയ്യുകയാണ്. ഇനി അവിടെ നിന്നും നിങ്ങൾ അർഹിക്കുന്ന രീതിയിലുള്ള നിയമപരിരക്ഷ കിട്ടിയില്ലെങ്കിൽ തിരിച്ച് ഇവിടെ തന്നെ വരിക, അതിന് പരിഹാരം ഞാൻ കണ്ടുതരാം എന്ന് പറയുന്നു.
ഞാൻ വീണ്ടും SB ഓഫീസിലേക്ക് ചെല്ലുകയാണ്. വലിയ പ്രതീക്ഷയോട് കൂടിയാണ് ചെല്ലുന്നത്. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്നത് ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ എന്ത് മറുപടിയാണോ, എന്ത് അവഗണനയാണോ നമുക്ക് കിട്ടിയത്, ആ അവഗണന തന്നെയാണ് അവിടെ നിന്ന് നമുക്ക് വീണ്ടും ലഭിച്ചത്. ഞാൻ വീണ്ടും കമ്മീഷണർ ഓഫീസിൽ ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് എനിക്ക് കാണാൻ സാധിച്ചില്ല. പക്ഷെ അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി നിന്ന സ്റ്റാഫുകൾ എന്നോട് പറഞ്ഞത്, ഇത് നിങ്ങളോട് എന്ത് മറുപടിയാണോ SB ഓഫീസിൽ അതേ നടക്കുകയുള്ളൂ, നിങ്ങൾ കോടതി വഴി പോകൂ എന്ന് പറയുന്നു. ഈ സ്ത്രീകളുടെ അല്ലെങ്കിൽ സാധാരണ പാവപ്പെട്ട ഒരു സ്ത്രീകളുടെ അല്ലെങ്കിൽ ഇതുപോലെ പൊതുപ്രവർത്തനം നടത്തുന്ന സ്ത്രീകളായിക്കോട്ടെ, അവർക്കൊന്നും ഒരു നീതിയും കിട്ടാതിരുത്തോണ്ട് ഹണി റോസ് എന്ന സെലിബ്രിറ്റിക്ക് നീതി കിട്ടിയത്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, അഡ്വക്കേറ്റ് നിമിഷ രാജു. നമ്മുടെ മെമ്മറിയിൽ നിന്ന് പോവില്ല. മാറി നിൽക്കിട്ട് പെലച്ചി അല്ലെങ്കിൽ നിനക്ക് തന്തയില്ലാത്ത കൊച്ചിനെ ഉണ്ടാക്കി തരും എന്ന് ഹർഷം വിളിച്ചു പറഞ്ഞത് ഇന്നും നമ്മുടെ ചെവിയിലിരിക്കുന്നുണ്ട്. അതിനുശേഷം എത്രമാത്രം സൈബർ ബുള്ളിങ് സാമൂഹ്യ പ്രവർത്തക അനുഭവിച്ചിട്ടുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ന് വരെ അവർക്ക് നീതി കിട്ടിയിട്ടില്ല എന്നറിയാം. അതുപോലെ ഓരോ കാര്യങ്ങളും ഈ അടുത്തിടെ നെയ്യാറ്റിൻകര എന്ന സ്ഥലത്ത് ഒരു സ്ത്രീ, ആ സ്ത്രീയെ വളരെ മോശമായ രീതിയിൽ ഒരു പാർട്ടി അനുഭാവി വളരെ മോശമായി ഫേസ്ബുക്കിൽ അവരെ തെറി വിളിക്കുകയും വൃത്തികേട് പറയുകയും ചെയ്തതിനെതിരെ അവർ പരാതി കൊടുത്തപ്പോൾ അവൻ ചെയ്തത് അവരുടെ 16 17 വയസ്സുള്ള മകളെ കുറിച്ചും അവരുടെ വളരെ വൃത്തികെട്ട, വളരെ നമുക്ക് കണ്ടു നിൽക്കാൻ സഹിക്കാൻ പറ്റാത്ത ഒരു പെൺകുട്ടിയാ, മക്കളുള്ള ആർക്ക് സഹിക്കില്ല, അത്തരത്തിലുള്ള പോസ്റ്റ് അവരുടെ വാളിൽ പോലും ഇവൻ കൊണ്ടിടാൻ ധൈര്യം കാണിച്ചു. അവനെതിരെ ഇതുവരെ നടപടി എടുത്തിട്ടില്ല. അവരിപ്പോഴും കരഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. അതുകൊണ്ട് മിസ്സിസ് ഹണി റോസ്, നിങ്ങൾ ഈ ചെയ്തത് വളരെ തെറ്റാണ്. നിങ്ങളുടെ ചിന്ത തെറ്റാണ്. നിങ്ങളെ പോലെയുള്ള സെലിബ്രിറ്റികൾക്ക് മാത്രം കിട്ടാനുള്ളതല്ല ഈ നിയമ പരിരക്ഷ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ഇപ്പോൾ ഹണി റോസിന് നിങ്ങൾ കൊടുത്ത അതേ ദയ ഞങ്ങൾക്കും തരണം. കാരണം ഞങ്ങളുടെയും ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ എത്രയും പെട്ടെന്ന് പരിശോധിച്ച് എത്രയും പെട്ടെന്ന് അതിന് നടപടി ഉണ്ടാക്കാൻ നിങ്ങൾ നിങ്ങളുടെ പോലീസിനോട് നിർദ്ദേശിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്.